പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇസ്രായേലിനോട് മോശ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് നൽകിക്കൊടുക്കുന്ന ശക്തമായൊരു അരുളപ്പാട്, ഒരു ദൈവിക ദൂത സന്ദേശമാണ്, ഒരു പ്രവചനമാണത്. എന്താണ്? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും. ഇസ്രായേലിന് സ്വസ്ഥതയില്ല. ഒരു മിസ്രൈമിൽ അടിമകളായിരുന്ന ജനത്തെ, സ്വസ്ഥതയില്ലാത്ത ജനത്തെ യഹോവയെ ദൈവം മോശയിലൂടെ വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി. ഇനി അവർക്ക് സ്വസ്ഥതയും അവർക്ക് അവകാശം ലഭിക്കണമെങ്കിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കണം. കനാൻ ദേശത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 7 ജാതികളെ 40 രാജാക്കന്മാരെ നീക്കിക്കളയണം. ഒരു വലിയ ദൗത്യം തന്നെ അവർ മുമ്പിൽ കിടക്കുക. അങ്ങനെ കനാൻ ദേശം അവകാശമാക്കി എടുക്കുമ്പോഴാണ് യഹോവയെ ദൈവം അവർക്ക് കൊടുത്ത സ്വസ്ഥതയ്ക്കും അവകാശത്തിനും അവർ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മോശം നിങ്ങൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അല്ലെ? എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് കൊടുത്ത സ്വസ്ഥതയ്ക്കും അവകാശത്തിനും ഇതുവരെ ഇസ്രായേലിന് എത്താതെ വന്നത്? അവരുടെ ഇടയിലെ വിഗ്രഹാരാധനയാണ്. പ്രൈസലോ. വിഗ്രഹാരാധനയെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ആവർത്തന പുസ്തകം 12-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടുന്ന നാളെല്ലാം പ്രമാണിച്ചു നടക്കേണ്ടുന്ന ചട്ടങ്ങൾ വിധികളും ആവിത്. നിങ്ങൾ ദേശം കൈവശമാക്കാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ അശേഷം സേവിച്ച ദേശങ്ങളെയൊക്കെ നിങ്ങൾ അശേഷം നശിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഇസ്രായേലും വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്ന ഉയർന്ന പർവ്വതങ്ങളിലും കുന്നുകളിന്മേലും പച്ചമരത്തിൻ കീഴിലും ഒക്കെ അവരുടെ ദേവന്മാരെ സേവിച്ച് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇസ്രായേലത്തോട് മോശ പറയാണ്, നിങ്ങൾ അവരെയെല്ലാം ദേശത്തേക്ക് കളയണം. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയെ പൂർണ്ണമായി തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ പഴയ നിയമ ഇസ്രായേലിന്, അഥവാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ആ വാഗ്ദത്ത ദേശത്തെ സ്വസ്ഥതയും അവകാശവും ഒക്കെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ. അങ്ങനെ വിഗ്രഹാരാധന നീക്കിക്കളയുമ്പോൾ അല്ലേലൂയ അവർക്ക് ദൈവം സ്വസ്ഥത കൊടുക്കും. ആരാധനയ്ക്ക് നല്ലൊരു കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ദൈവത്തിന് അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം, അവരുടെ ബലിബിംബങ്ങളെ തകർക്കണം, അവരുടെ അശേരപ്രതിഷ്ഠകളെ തീയിലിട്ട് ചുട്ടുകളയണം, അവരുടെ ദേവപ്രതിമകളെ അല്ലേലൂയ വെട്ടിക്കളഞ്ഞ് അവയുടെ പേര് ആ സ്ഥലത്തു നിന്ന് നശിപ്പിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ക്ഷേത്രങ്ങളിലും ഗോത്രങ്ങളിലും അല്ലേലൂയ വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ആ ഭാഗം തുറന്ന് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. നിങ്ങൾ ആ ഭാഗം വായിക്കണം കേട്ടോ. ഞാൻ അതിന്റെ ചില ചരിത്രങ്ങൾ പറഞ്ഞതാണ്, എന്റെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ടതാണ്. പ്രൈസലോ. അങ്ങനെ ആ കാലഘട്ടത്തിൽ അനവധി വിഗ്രഹാരാധനകൾ നിറയപ്പെട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നകന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ജനം അവർക്ക് ചെങ്കടൽക്കരയിൽ വന്നപ്പോൾ ചെങ്കടൽക്കരയിൽ വെച്ച് ചെങ്കടൽ കടക്കുവാൻ കഴിയാതെ വണ്ണം നിറഞ്ഞു നിൽക്കുന്ന ചെങ്കടൽ, പിമ്പിൽ ഫറവോനും സൈന്യവും, അതിന്റെ നടുവിൽ മോശ എന്ന മനുഷ്യരുടെ ദൈവം അത്ഭുതം ചെയ്ത് ചെങ്കടലിനെ 2ആയിട്ട് ഭാഗിച്ച് വലിയൊരു പാതയൊരുക്കി. അല്ലേലൂയ. അങ്ങനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സകല ജനം ഉണങ്ങിയ പാതയിൽ കൂടി ഇസ്രായേൽ മുഴുവനും അവരുടെ ആടുമാട് കന്നുകാലികളെല്ലാം ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നതിന് ശേഷമായിട്ട് മോശ തന്റെ കയ്യിൽ വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നാലെ ചെങ്കടലിലേക്ക് ഇറങ്ങി വന്ന ഫറവോനും സൈന്യത്തെ എല്ലാം കൂടെ ചെങ്കടൽ മുക്കിക്കളഞ്ഞു. ആ വലിയ കാഴ്ച കണ്ടവരാണ് അല്ലേലൂയ ഇസ്രായേൽ. പ്രൈസലോ. അത്രയും വലിയ കാഴ്ച കണ്ടിട്ടും വീണ്ടും ഈ ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ചു പീറുപുറത്തു. അല്ലേലൂയ. അവർ മത്സരികളായി മാറി. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർക്ക് കഴിക്കാൻ മന്നയില്ല, ഭക്ഷണമില്ല. അതിന് ദൈവം സ്വർഗദൂതന്മാർ കഴിക്കുന്ന മന്ന കൊടുത്തു. അല്ലേലൂയ. അവർക്ക് തിന്നാൻ ഇറച്ചിയില്ല.
ദൈവം ഒരു കാടപ്പക്ഷി അവർക്ക് കൂടാരത്തിന്മേൽ പറക്കുമാറാക്കി നിർത്തി കൊടുത്തു. മാത്രമല്ല പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും ഇവർ വീണ്ടും പിറുവിറുപ്പുകാരായി മാറി. ഇവർ വീണ്ടും പഴയ ആചാരങ്ങൾ വിടാതെ മോശക്കാരെ പിറുവിറുക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെല്ലാം ദൈവം മരുഭൂമിയിൽ ആമെ തകർത്ത് കളഞ്ഞു. അല്ലേറിയ. എന്നിട്ട് 20 വയസ്സും താഴോട്ട് ഉള്ളവരെയാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചത്. ആ ജനത്തോട് മോശ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, നിങ്ങൾ എത്തണം. അല്ലേറിയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നമ്മൾ പ്രാപിക്കാൻ എത്തണമെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന അന്ധകാരത്തെ മുഴുവൻ നമ്മൾ നീക്കിക്കളയണം. കനാന്യ ദേശത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ദേശം കൈവശമാക്കി അവിടെ വലിയ ജാതികൾ, 7 മഹാജാതികളുണ്ട്. അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തണം. മാത്രമല്ല അവിടെ 40 രാജാക്കന്മാർ, അവരെ നമ്മൾ യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ അവിടെ മുമ്പിൽ വലിയൊരു ദൗത്യമാണ്. അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ കണ്ടുകൊണ്ടാണ് മോശ ഇസ്രായേൽ ജനത്തോട് ഇത് പറയുന്നത് തന്നെ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത എന്നാൽ എന്താണ്? ഈ സ്വസ്ഥത എന്നാൽ എന്താണ്? അപ്പൊ അവർക്ക് സ്വസ്ഥത ലഭിക്കണം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കണം. പ്രൈസലോ. നിങ്ങൾക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അല്ലേ? സ്വസ്ഥത എന്നാൽ എന്ത്? എന്നെ കേൾക്കുന്ന ബിസിനസ്, സ്വസ്ഥത നമ്മുടെ കുടുംബത്തിലില്ല, സ്വസ്ഥത നമ്മുടെ ജീവിതത്തിലില്ല, സ്വസ്ഥത നമ്മുടെ സഭയിലില്ല, സ്വസ്ഥത നമ്മുടെ ജോലി സ്ഥലത്തില്ല, സഹോദരങ്ങളും മാതാപിതാക്കളും തമ്മിൽ ജീവിക്കുന്ന ഭവനത്തിൽ പോലും സ്വസ്ഥതയില്ല. എല്ലായിടത്തും ദുഃഖവും അല്ലെങ്കിൽ വേദനയും കണ്ണുനീരും മാത്രമാണ്. അപ്പൊ ഈ സ്വസ്ഥത അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ വേദനയും ദുഃഖവും നീങ്ങി ഉത്സാഹവും ആനന്ദവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ സ്വസ്ഥത എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ടോ വലിയ ജോലി കിട്ടുന്നു, വിദേശത്ത് പോയി ഒരുപാട് സമ്പാദിച്ചു കിട്ടുന്നുണ്ട്, ഇവിടെ വലിയ സൗദങ്ങൾ പണിയുന്നു, വലിയ വില കൂടിയ കാറുകൾ എല്ലാം വാങ്ങി നമ്മുടെ മുറ്റത്ത് വലിയ അട്ടിയടിക്ക് ഇട്ടത് കൊണ്ടോ ഒന്നും സ്വസ്ഥത കിട്ടത്തില്ല. അപ്പം ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉള്ളത് കൊണ്ടോ ഒന്നും സ്വസ്ഥതയില്ല. സ്വസ്ഥത വേണമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ വേദനയും ദുഃഖവും കണ്ണുനീരിനെ നീക്കണം. അല്ലേറിയ. കുടുംബത്തിനകത്തെ പഴിയാരികൾ മാറ്റി, കുടുംബത്തിനകത്തെ ഇല്ലായ്മകളെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവികതമല്ലാത്ത പാപത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും നീക്കിക്കളഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് അല്ലേറിയ ആനന്ദവും സന്തോഷവും സമാധാനവും നിറയണം. അതെല്ലാം നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഫലമായി സ്നേഹത്താൽ നിറയണം. അല്ലേലിയ. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സ്വസ്ഥതയില്ലാതെ വന്നത്? നമ്മുടെ ഉള്ളിൽ വേദനയും ദുഃഖവും സങ്കടങ്ങളും നിറയപ്പെട്ട് പടിയാറിലും ദുഃഖങ്ങൾ നിന്ദകളും വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തു. സാഹചര്യത്തിന് സ്വസ്ഥതയും അവകാശം കിട്ടാത്തത് അവർ പിതാക്കന്മാർ അനുഷ്ഠിച്ചു പോകുന്നത് കൊണ്ട് അതുകൊണ്ട് അതിനെ നീക്കിക്കളയണമെന്ന് ദൈവം പറഞ്ഞു. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അല്ലേലിയ. അവർ ദിവസം 12 അല്ലെങ്കിൽ 12 1 തൊട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 12 തൊട്ട് അതിന്റെ 14 വരെ വാക്യം വായിച്ചെന്ന് കാണാൻ കഴിയും. അതിനിടയിലാണ് നിങ്ങൾക്ക് സ്വസ്ഥത വരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്കൊരു സ്വസ്ഥതയാണ് നീ ആവശ്യപ്പെടുന്നെങ്കിൽ, നീ ഒരു സ്വസ്ഥതയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത തരാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലേരിയ. നമുക്ക് പുറമേ നല്ല സ്വസ്ഥത ആദ്യം കിട്ടേണ്ടത് നമുക്ക് ആദ്യ സ്വസ്ഥത നമ്മുടെ സ്വന്തം ഹൃദയത്തിലുണ്ടാകണം. ഒരു മനുഷ്യന്റെ സ്വന്തം ജീവിതത്തിൽ സ്വസ്ഥതയുടെ അനുഭവം വരുമ്പോൾ അല്ലേരിയ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അല്ലേരിയ. നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ മറ്റൊരാൾ സ്വസ്ഥത കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. അല്ലേരിയ. ചില കുടുംബങ്ങളെ കാണില്ല, ഒരിക്കലും സ്വസ്ഥതയില്ല, ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും. അല്ലേരിയ. ഭാര്യ പിറുപിറുക്കും, ഭാര്യയുടെ പിറുപിറുക്കും, ഭർത്താവ് പിറുപിറുക്കും, ഭർത്താവ് പിറുപിറുക്കും, ഭാര്യ പിറുപിറുക്കും, പിന്നെ തമ്മിൽ കലഹമായി പ്രശ്നമായി അങ്ങ് സ്വസ്ഥത നഷ്ടപ്പെട്ട അനവധി കുടുംബങ്ങൾ നരക സമാനമായി നമ്മുടെ ഇടയിലുണ്ട്. അല്ലേരിയ. സ്വസ്ഥതയില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞാൽ നരകമാണ്. ആ കുടുംബത്തിലെ നാഥൻ സാത്താനാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ കുടുംബത്തിനൊക്കെ സ്വസ്ഥതയാണ് വേണ്ടത്. നാട്ടിൽ കിടക്കുന്ന ഈ ബ്രാൻഡിൽ കിടക്കുന്ന വിഷം, ഈ കള്ളും കാലിലും മേടിച്ച് ഈ കഞ്ചാവും എല്ലാം അടിച്ചിട്ട് 24 മണിക്കൂറും ചുണ്ടേല് എരിയുന്ന ഈ നിക്കോടി ഈ പുകവലിയെല്ലാം വലിച്ച് മനുഷ്യൻ ദുർഗന്ധമാണ്. ചിലരുടെ അരിക്കും കൂടെ പോലും പോകാൻ പറ്റത്തില്ല. ചില ആളുകൾ അരികിലേക്ക് ഒരു എന്തോ ദുർഗന്ധം, അവൻ കുടിച്ച കള്ളിന്റെയും വലിച്ച വീടിന്റെയും എല്ലാം ദുർഗന്ധം കണ്ട് മനുഷ്യൻ നാറ്റം വെച്ചു. അല്ലേരിയ. മദ്യപാനിക്കവന്റെ നാറ്റ് പറയത്തില്ല, പുകവലിക്കുന്നവന്റെ നാറ്റ് പറയത്തില്ല. മദ്യപിക്കാത്ത ഒരുവനും പുകവലിക്കാത്ത ഒരുവന്റെ നാറ്റ് പറയത്തുള്ളൂ. അയ്യോ, അവരുടെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ. മദ്യപിക്കുന്ന ഈ പുകവലിക്കുന്ന സഹോദരന്മാരോട് കൂടി ജീവിക്കുന്ന പെണ്ണുങ്ങൾ അവർ എന്തുമാത്രം ദുർഗന്ധം സഹിച്ചിട്ടാണ് ഇവരുടെയൊക്കെ കൂടെ ജീവിക്കുന്നത്. പ്രൈസലോ. നിങ്ങൾ എന്റെ ചീത്ത പറയും, നിങ്ങൾ പറയണം, നിങ്ങളെ പറയിപ്പിക്കുക. അല്ലേരിയ. നീ എന്നാലും മാനസാന്തരം പറഞ്ഞുകൊണ്ടാണ്
ഞാനതൊക്കെ ചെയ്തിങ്ങോട്ട് പോകുന്നതാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇല്ലൊരു ഞാനും വിശ്വാസം വന്നേ പിന്നെ വിവാഹം കഴിച്ചത്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കുറിച്ച് മദ്യത്തിൻ്റെയും പുകഴിലെ ദുർഗന്ധമൊന്നും വമിക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസലോ. നമ്മൾ മാനസാന്തരപ്പെടണം. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകണം. ആമയും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉള്ള കള്ളും വെള്ളം എല്ലാം അടിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് അങ്ങാടി തോറ്റൻ അമ്മയോടെന്ന് പറഞ്ഞ പോലെ ആമി കള്ള് ഷാപ്പിലും ബാറിലും ബീവറേജിലും പോയി വഴക്കുണ്ടാക്കി അവിടെ നിന്ന് കിട്ടാത്തത് അവിടെ നിന്ന് മേടിക്കേണ്ടത് വീട്ടിൽ ചെന്നിട്ട് പിന്നെ അപ്പനോടും മക്കളോടും അമ്മായിയോടും മരുമ്പോളോടും പിന്നെ മക്കളോടും അല്ലേ പെരുമാറുന്നേ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വഴിയിലേക്ക് ചേട്ടൻ പോലെ ആർക്കും വന്ന് അടിച്ചു പോകുന്ന പോലെ ചേട്ടൻ വീട്ടിലിരിക്കുന്ന മക്കളെയും മാതാക്കളെയും അപ്പനെയും അമ്മയും കാണുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത വരട്ടെ. സഹോദരി, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥ. നീ അങ്ങോട്ട് കണ്ണും കഞ്ചാവൊക്കെ അങ്ങ് കഴിച്ചിട്ട് നീ ആ തലയിലൊക്കെ കെട്ടി അങ്ങോട്ട് മീശയൊക്കെ പിരിച്ച് കണ്ണൊക്കെ അങ്ങോട്ട് ചോപ്പിച്ച് ആ മുഖമൊക്കെ ഒന്ന് കറുപ്പിച്ച് അല്ലെങ്കിൽ നീ എന്നിട്ട് വരുന്ന കണ്ട നീ ഓർക്കും വലിയ രാജാവ്. നിന്നെ ആമി നായുടെ വില പോലും നിനക്കില്ല. അല്ലേ? മദ്യപിക്കുന്നവരൊരു നായുടെ വില പോലും ഇല്ല. നീ മദ്യപിച്ച് സുബോധം കെട്ട അവസാനം വഴിയരികെ ഓടയിൽ കിടക്കും. ഓടയിൽ കിടന്നാൽ ഓടയിൽ പോകുന്ന നായ്ക്കൾ പോലും നിന്റെ മുമ്പിൽ വന്ന് നിന്നെ മണത്ത് നോക്കി നിന്റെ മേൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പോകും. അതുകൊണ്ട് നിനക്കൊരു നായുടെ വില പോലും ഇല്ല മദ്യപിക്കുന്നതിന്. ഞാനങ്ങനൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. നിങ്ങളെന്റെ നാട്ടിൽ വിളിച്ചു ചോദിക്കുക. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലേ? സ്വസ്ഥതയില്ല. എൻ്റെ വീട്ടിൽ സ്വസ്ഥതയില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. കാരണം ഞാൻ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രശ്നം ഉണ്ടാക്കി എൻ്റെ അപ്പനും അമ്മയ്ക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ പോന്നെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിതൊക്കെ വിട്ടിട്ട് ഈ കർത്താവിനെ അറിഞ്ഞ് എൻ്റെ മനസ്സിൽ സ്വസ്ഥത വന്നപ്പോഴാണ് എനിക്ക് മറ്റുള്ളൊരു സ്വസ്ഥത ആമി പുലർത്തുന്നത് എനിക്ക് മനസ്സിലായത്. അല്ലേ? അതിനു മുമ്പ് ഞാൻ ദുർഗന്ധം വമിക്കുന്നവരായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്കൊരു സ്വസ്ഥതയുടെ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ നീ എന്തോ വലുതാ. ഞാൻ ആരാന്നറിയാം? ഞങ്ങളുടെ കുടുംബം ആരാന്നറിയാവോ? ഞങ്ങളുടെ തറവാട് എന്താണെന്നറിയാവോ? ഞങ്ങളങ്ങ് പണ്ടത്തെ ആൾക്കാരാ. ഞങ്ങൾ പണ്ടത്തെ കുലമഹിമയുള്ളവരാ. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരാരാന്നറിയാം? നിന്റെ അപ്പനപ്പൂപ്പന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് എന്താ? നിനക്ക് വലിയ കുലമഹിമയും വലിയ തറവാടും വലിയ ആഡംബരവും നിനക്ക് ഒരുപാട് ജംഗമ സ്വത്തുക്കളും, നീ അങ്ങ് വലിയ കുടുംബത്തിലെ ആളാന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനൊന്നുമില്ല. അല്ലേ? ദൈവം നിന്നെ സാധാരണ ഒരു മനുഷ്യനായിട്ടാക്കാം. നീ അതിന് പൊടിയിലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയവരല്ലേ? പൊടിയിലെ മണ്ണുകൊണ്ട് അല്ലെ കർത്താവ് നിന്നെ ഉണ്ടാക്കിയത്. അതിനപ്പുറത്തൊന്നും നിനക്കില്ല. എന്നിട്ട് അവന്റെ ജീവശ്വാസമാണ് പൊടിയിലെ മണ്ണുകൊണ്ട് നിന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ യഹോവയെ അവന്റെ മൂക്കിൽ ഊതി മനുഷ്യൻ ജീവനുള്ള രേഖയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം വന്നിട്ട് ഉള്ളിൽ കിടക്കുന്ന പിന്നെ നീ എന്തിനാ അഹങ്കരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചു നോക്ക്. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള രേഖയായി തീർന്നു. നീയാ കിടന്ന് ഈ അഹങ്കരിക്കുന്നത്. അല്ലേ? സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ സഹോദര സൗരി. നിന്റെ ജീവിതം, നിന്റെ കുടുംബം ഒന്ന് സ്വസ്ഥതയുള്ളതായി മാറട്ടെ. നിങ്ങൾ കുടുംബമായിട്ട് ഭാര്യ, ഭർത്താവ്, മക്കൾ സ്വസ്ഥതയായി ജീവിക്കുന്നത് എത്ര സന്തോഷമാണ്. ഒരു കുടുംബത്തിനകത്ത് ഒരു ആണും പെണ്ണും കൂടെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി അവർക്ക് മക്കളായി അവർ വളർന്ന് കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് ഒരു മരുമോള് കടന്നു വരുമ്പോഴത്തേനും പിന്നെ അമ്മായിയമ്മ തുടങ്ങും. അല്ലേ? സ്വന്തം മകനൊരു പെണ്ണുപോലും കിട്ടാത്ത അമ്മമാരെ കണ്ടിട്ടുണ്ട്. സ്വന്തം മകൻ പെണ്ണുപോലും കിട്ടത്തില്ല. എന്നോട് പല അമ്മമാരും എന്റെ മോനെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ മോനൊരു പെണ്ണുപോലും കിട്ടുന്നില്ല, വരുന്ന കല്യാണം എല്ലാം മാറിപ്പോവുകയാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കടമയതാണല്ലോ. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് സ്വന്തം മകനൊരു കല്യാണം നടന്നൊരു പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അതുവരെ മോന് കല്യാണം നടന്നതിന് പെണ്ണ് കിട്ടത്തില്ലായിരുന്നു. ഒരു പെണ്ണിനെ അവരുടെ വീട്ടിലെ ആ അമ്മായിയുടെ അരികിലേക്ക് ദൈവം അയച്ചു കഴിയുമ്പോൾ വീട്ടിൽ വന്ന് നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് അഴകില്ല, നീ പണം കൊണ്ടുവന്നില്ല, നീ എന്താ കൊണ്ടുവന്നത്, എൻ്റെ മോൻ എന്താ കൊടുത്തത്, നീ ഇവിടെ അടിമയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ കുടുംബത്തിനകത്ത് സ്വസ്ഥത കെടുത്തി കളയുന്ന ദുർഗന്ധം വമിച്ച അമ്മായിയമ്മ. ചിന്തിച്ചു, ദുർഗന്ധം വമിച്ച അമ്മായിയമ്മയുടെ കുത്തുവാക്ക് കേട്ട് മനസ്സും അടുത്ത് പിന്നെ മരുമോളുടെ വായിന്ന് കൊണ്ട് ദുർഗന്ധം തുടങ്ങും. അങ്ങനെ ആ കുടുംബത്തിന്റെ സ്വസ്ഥത കിടും. ഇതിന്റെ നണ്ടയുടെ നടിയിൽ കിടന്ന് പൊള്ളുന്ന ചില ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അതിന് തന്നെ വേദനിക്കുന്ന ചില കുടുംബം. അങ്ങനെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ പിശാച് പല തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകനെ, നിങ്ങളുടെ ഉള്ളിലെ ഇങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളെ നിങ്ങൾ മാറ്റിക്കളണം. നിങ്ങളുടെ കുടുംബത്തെ കലക്കുന്ന പ്രശ്ന സങ്കീർണമായ അനുഭവത്തിന്റെ കുടുംബത്തെ തള്ളിവിടുന്ന അതിൽ നീ മാറ്റിക്കളണം. നിന്റെ മദ്യപാനം എന്ന് പറഞ്ഞൊരു വിഗ്രഹമാണ്. നിന്റെ മദ്യപാനം വിഗ്രഹമാണ്. നിന്റെ അലമാരിക്കകത്ത് നീ കൊണ്ടുവച്ചിരിക്കുന്ന ആ ബ്രാൻഡി കുപ്പി ഒരു വിഗ്രഹമാണ്. നിന്റെ ഫ്രിഡ്ജിനകത്ത് നീ സേഫായിട്ട് സൂക്ഷിച്ച് ആ ബ്രാൻഡി ഉണ്ടല്ലോ, അത് ഒരു വിഗ്രഹമാണ്. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പുകയുണ്ടല്ലോ, പുകവലി, നീ പുകവലിക്കുന്ന സിഗരറ്റ്, ചെണ്ടൊക്കെ കൊണ്ട് സിഗരറ്റൊക്കെ വലിച്ചങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വലിയ എന്താ ഊതി അങ്ങ് വിടുക.
എന്നെ അതൊക്കെ ഒരു വിഗ്രഹമാണേ. അല്ലേ, നീക്കി കളയണം. നിന്റെ ജീവിതത്തിൽ എന്റെ ആ ശൂന്യമായ അന്തരീക്ഷം നീ മാറ്റിയിട്ട് നീ മടങ്ങി വന്നെങ്കിൽ മാത്രമേ ഇസ്രായേലിന് വാഗ്ദത്ത ദേശത്ത് ദൈവം ആ സ്വസ്ഥത അവകാശം കൊടുക്കാൻ ആഗ്രഹിച്ച പോലെ ദൈവം നിനക്ക് നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ട് മോശ പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ചിലപ്പോൾ ഞങ്ങളുടെ കടവും കൊണ്ട് മാറുന്നില്ല, ഞങ്ങളുടെ പ്രശ്നം തീരുന്നില്ല, ഞങ്ങൾക്ക് എന്തൊരു സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് വീടില്ല, ഇല്ല, ലോണാ കടമാ അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് എന്താ? നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. നിന്റെ പഴയ സ്വഭാവം വിടണം. അല്ലെങ്കിൽ സർക്കാർ ആകപ്പാടെ ഒരു വീട് വെക്കാൻ 4 ലക്ഷം രൂപ തരുമെന്നായി ആൾക്കാർ പറയുന്നത്. എനിക്കറിയത്തില്ല. സർക്കാർ വീട് വെക്കാൻ 4 ലക്ഷം രൂപ ഇത് തരണമെങ്കിൽ എന്താ 40 തവണയായിട്ടും കണ്ടാ കൊടുക്കുന്നത്. 40 തവണയായിട്ട് സർക്കാർ ഈ 4 ലക്ഷം രൂപ കൊടുത്ത് സാധാരണക്കാരൻ വീട് വെക്കാൻ പറ്റുമോ? 4 ലക്ഷം രൂപ എവിടെയെങ്കിലും വീട് വെക്കാൻ തറ കെട്ടാൻ പറ്റുമായിരിക്കും. അല്ല പിന്നെ സർക്കാർ പറഞ്ഞാൽ എവിടെയെങ്കിലും തൊട്ട് പിടിപ്പിച്ച് 2 മണി അടിക്കുമ്പോൾ താഴെ പോകുന്ന വീടേ പണിയാൻ പറ്റും 4 ലക്ഷം രൂപ കൊണ്ട്. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ത് എവിടെയെങ്കിലും കടമെടുത്ത് ലോൺ എടുത്ത് ഈ വീടൊക്കെ പണി തുടങ്ങും. പിന്നെ ബാക്കി സർക്കാർ കൊടുക്കത്തില്ല. എന്ന് ഓർത്ത് വയ്ക്കും. പിന്നെ അത് വാങ്ങണമെങ്കിൽ ആരുടെയെല്ലാം പുറകെ നടന്ന് ആരുടെയെല്ലാം കാര്യം പിടിച്ച് ഏതെല്ലാം ഓഫീസിൽ കയറി ഇറങ്ങി അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. അല്ലേ? അങ്ങനെ മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ ലോണൊക്കെ ഇങ്ങനെ പാസ്സായി പിന്നെ അടയ്ക്കാൻ പറ്റാതെ വരും. ഭർത്താവ് മദ്യപാനിയാ, അധ്വാനിക്കുന്ന പൈസ മുഴുവൻ മദ്യഷാപ്പിൽ കൊണ്ട് കൊടുക്കുക, ബീവറേജ് കൊടുക്കുക. പിന്നെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. മദ്യപിക്കുന്ന സഹോദരൻ, നീ ഒരു മദ്യപാനിയാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. നിന്റെ മദ്യപാനം വിടണം, നിന്റെ വെറുക്കൂത്ത് ജീവിതം വിടണം, നിന്റെ അധാർമികമായ ജീവിതം വിട്ട് നിന്റെ അശുദ്ധമായ ജീവിതം വിട്ടിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. നീ മൃഗമായി മാറരുത്. ലരിയ 49 സംഗതി 20 വാക്യം പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ദൈവം നിന്നെ മാനമായിട്ട് ജീവിക്കാനാണ് സൃഷ്ടിച്ചത്. ദൈവം നിന്നെ സൃഷ്ടിച്ചത് മാനമായി ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം, നീ അന്തസ്സോടു കൂടി ജീവിക്കണം. മറ്റുള്ളവർ നീ തല ഉയർത്തി നിൽക്കണം, മറ്റുള്ളവർ നീ മാന്യനായി നിൽക്കണം. നിന്റെ മാന്യത ആരും ചോദ്യം ചെയ്യരുത്. അങ്ങനെ നിന്റെ അവകാശം നഷ്ടപ്പെടുത്തി കളയാതെ നീ മാന്യനായി ജീവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് ഭൂമിയിലെ ജീവിതം തന്നപ്പോൾ നീ ഭൂമിയിൽ കിടക്കുന്ന സകല കാട സ്വഭാവങ്ങൾക്കും വിധേയപ്പെട്ടിട്ട് ഇന്ന് നിന്നെ ആരെങ്കിലും വകവെക്കുവോ? നിന്നെ ആരെങ്കിലും ഗമനിക്കുവോ? നീ കടന്നു വരുമ്പോൾ കാണാൻ പറയാം, ആ മദ്യപാനി വരുന്നുണ്ടെന്ന് പറയും, ആ കള്ളുകൂടിയും വരുന്നുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ആ വഴക്കുണ്ടാക്കുന്ന പ്രശ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറയും. അല്ലേ സഹോദരം, ഞാനൊരു ഒരു സഹോദരനോട് ഗുരുവായൂർ സംസാരിച്ചു. സൗരസാരി ഒരു ബ്രോക്കറാണ്. ബ്രോക്കറോട് സംസാരിക്കും. ബ്രോക്കർ പറയാ, എന്റെ സാറേ അവർ വെറും മോശമാണെന്ന് പറഞ്ഞു. പ്രൈസ് കിട്ടുന്ന മുഴുവൻ കള്ളു കുടിക്കാന്ന് പറഞ്ഞു. ശരിയാണ്. അങ്ങനെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് കൗമാരക്കാരോട് പറയട്ടെ, യൗവനക്കാരോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബത്തിനകത്തെ സ്ഥിതിവിശേഷം എന്താ? ശൈശവപ്രായമുള്ളവരുണ്ട്, ബാല്യകാലത്തിലുള്ളവരുണ്ട്, കൗമാരത്തിലുള്ളവരുണ്ട്, യൗവനത്തിലുള്ളവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. ഈ 5 തരത്തിലുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അതിൽ ഈ കൗമാരക്കാരെയും ബാല്യക്കാരെയും നമുക്ക് ബാല്യക്കാരെയും ശൈശവത്തിലുള്ളവരെയും ഈ ബാല്യക്കാരെയും കൊണ്ട് ഒഴിവാക്കി നിർത്തിയാൽ പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 3 വിധം ആളുകൾ ഭവനത്തിൽ വളരുമ്പോൾ ആ കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുന്ന വിധത്തിലൂടെ നിന്റെ കുടുംബത്തിനകത്ത് അരാജകം നീ സൃഷ്ടിക്കരുത്. സഹോദരന്മാർ, നീ കള്ള് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കുടിച്ച് നിന്റെ ഭാര്യയ്ക്കും കൊടുത്ത് മക്കൾക്കും കൊടുത്ത് കള്ള് കുടിച്ച് നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ കെടുത്തരുത്. അല്ലേ? ചിലരൊക്കെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ മാമ മേടിച്ച് ഈ അരയുടെ പുറയിലും ഈ എളിക്കുമൊക്കെ വയറിലൊക്കെ തിരുവി എഴുതി ഗർഭിണി പെണ്ണുകൾ വരുന്ന പോലെ വരുന്ന ഈ മദ്യക്കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് വരുന്നത്. അവനോർക്കുന്ന വലിയ അവനെ വേണ്ടി അഭിമാനിയാന്ന് പറഞ്ഞാൽ വരുന്നേ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്ക് എന്താ വിലയുള്ളത്? പണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്കത് ഓർമ്മ ലജ്ജയാ, അല്ലേ നാണം കേടാ. അന്ന് ഞാൻ സുബോധമില്ലാതെ ഓരോന്നും ചെയ്തു കൂട്ടി എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. സ്വസ്ഥതയില്ലാഞ്ഞുകൊണ്ട് ഞാനൊരു പ്രശ്നക്കാരനായിരുന്നു. അല്ലേലുയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നിങ്ങൾ മടങ്ങി വരണം. അപ്പൊ ദൈവം നിങ്ങൾക്കൊരു സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വന്നാൽ നിന്റെ മുഖത്ത് അറിയാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വന്ന ആദ്യം നിങ്ങളുടെ ഭാര്യയിലാണ് അറിയുന്നത്. അനേകം വീട്ടിലെ സഹോദരിമാരുടെ മുഖത്ത് നോക്കിയാൽ മതി. അനവധി വീട്ടിലെ സഹോദരിമാരുടെ മുഖത്ത് നോക്കിയാൽ മതി. അവരുടെ മുഖത്ത് എപ്പോഴും കണ്ണുനീരായിരിക്കും, സങ്കടമായിരിക്കും, ദുഃഖമായിരിക്കും. അവരെപ്പോഴും വേദനാജനകമായ അനുഭവത്തിൽ ഈ സഹോദരിമാർ കഴിയുന്നത്. എന്താ? ഭർത്താക്കന്മാരുടെ വഴിവിട്ട ജീവിതം, ധാർമ്മികമായ ജീവിതം കൊണ്ട് അനവധി സഹോദരിമാർ കണ്ണുനീരോട് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കൊന്ന് ചിരിക്കാൻ പോലും കഴിയത്തില്ല, ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയത്തില്ല. സ്വസ്ഥതയില്ല.
എത്ര കുടുംബത്തെ സ്വസ്ഥത. ഞങ്ങൾ ഈ താമസിക്കുന്ന ദേശത്ത് വലിയ കുഴപ്പമില്ലാതെ പോകുക. പക്ഷെ ഒരു സഹോദരി പോകാതെ ഈ ദേശത്തിലെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. ഒറ്റ സഹോദരി, കുറച്ച് പ്രായമുള്ളതാണ്. ആ സഹോദരി മുഖാന്തരം എന്ത് ചെയ്തു? ഈ ദേശത്തുള്ള സകല കുടുംബക്കാരുടെ സ്വസ്ഥത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിരാവിലെ കണ്ണ് ചിമ്മി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ മുമ്പിൽ അവരുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന സകല കുടുംബത്തിനുള്ളവർ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങും, അസഭ്യം പറയാൻ തുടങ്ങും. എൻ്റെ ഏരിയ അങ്ങനെ ദേശത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നവരുണ്ട്. ദേശത്തിന്റെ സ്വസ്ഥത പോലും കെടുത്തുന്ന അനവധി ആളുകൾ ഈ ദുഷ്ട പിശാചായിരിക്കുന്ന സാത്താന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന സ്വസ്ഥത അവകാശം നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പിറുപിറുപ്പുണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ മരുഭൂമിയിൽ പിറുപിറുത്തു. അയ്യോ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ആ മിസ്രൈമിൽ കിടന്നാൽ മതിയായിരുന്നു. അവിടെ ചിറ്റുള്ളിയും മത്തങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു ഞങ്ങൾക്ക്. അത് ദൈവം കൊടുത്തപ്പം മന്ന കൊടുത്തപ്പോൾ അയ്യോ, ഞങ്ങൾക്ക് ഇറച്ചിയില്ല. ഇറച്ചി കൊടുത്തു, പാറയിപ്പുറത്ത് വെള്ളം കൊടുത്തു. എന്നിട്ട് ഇവർ ഞങ്ങൾക്ക് പിറുപിറുക്കുക. അല്ലേ? മിസ്രൈമിൽ നിന്ന് വന്ന ജനം ഭയങ്കര പിറുപിറുപ്പുകാരായി. ഒറ്റ ഒരെണ്ണത്തിനെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചില്ല. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ സഹോദര, നീ ഇവിടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. നീ മുന്നോട്ട് പോയാൽ നിനക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ ആരുടെയും സ്വസ്ഥത കെടുത്തരുത്. നമ്മൾ ഒരു ഭവനത്തിൽ ചെന്നാൽ, ഒരു ജോലി സ്ഥലത്ത് ചെന്നാൽ, ഒരു സമൂഹത്തിൽ ചെന്നാൽ, നമ്മളൊരു സഭയിൽ ചെന്നാൽ നമ്മൾ അവിടെ ആരുടെയും സ്വസ്ഥത കെടുത്തി കളയരുത്. ചില വീട്ടിൽ ചില സഹോദരിമാരൊക്കെ നമ്മൾ വാ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത് പോലും അറിഞ്ഞു വെള്ളിടി വെട്ടുന്ന പോലെ ചില വാക്കുകൾ അങ്ങോട്ട് ഉപയോഗിക്കുന്ന ചില സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നിങ്ങളുടെ വാക്കുകൾ ചില വെള്ളിടി പോലെ ചില മക്കളോടൊക്കെ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ, മരുമ്പോൾ പറയുന്നത് ഭർത്താവിനോട് പോലും പറയുന്നത് കേട്ടാൽ എന്താ വെള്ളിടി വെട്ടുന്ന പോലെ ചില സൗകര്യം ദുർഗന്ധം പിടിച്ച വാക്കുകൾ അങ്ങോട്ട് പറയും. ഇത് കേൾക്കുന്നവരുടെ ഭർത്താവ് വിട്ടുകൊടുക്കുക. പുള്ളി പറയും, ഞാനെന്റെ ആളാ, ഞാനെന്റെ പുരുഷൻ, അവളെന്റെ ഭാര്യയല്ലേ, ഞാൻ വിട്ടുകൊടുക്കും. ഇവനുണ്ട് ഈ ഭർത്താവ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയണേക്കും. അങ്ങോട്ട് ചെന്ന് കൂട്ടുക്ക് ഒരു രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കും. സ്വസ്ഥത പോയില്ലേ? അല്ലേറിയ സ്വസ്ഥത പോയി. എന്നിട്ട് ഈ പുള്ളി ഒരൊറ്റ ഇറങ്ങിപ്പോകും. അല്ലെ ഭാര്യ ഇറങ്ങിപ്പോകും. ആരും ഭാഗ്യം കിട്ടും. എല്ലാവർക്കും ഭാര്യയുടെ വീട്ടിലേക്ക് പോകും. അല്ലെ ഭർത്താവ് നാട്ടിലേക്ക്, ഞാൻ ഇതിലൂടെ ജീവിക്കുന്നതിന്. സ്വസ്ഥത പോയില്ലേ? ഇവിടെ കേരളത്തിലെ 30 കുടുംബ കോടതി ഉണ്ടെന്നാണ് പറയുന്നത്. 30ഓളം കുടുംബ കോടതികൾക്കകത്ത് എത്ര ലക്ഷം കേസുകളാണ് ഡിവോഴ്സ് കിടക്കുന്നത്. ഡിവോഴ്സിന്റെ കേസുകൾ. ഉഭയസമ്മത ഉടമ്പടി പ്രകാരം യൗവനത്തിൽ വിവാഹം കഴിച്ച് ജീവിതം ആരംഭിച്ച പല കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാര്യ ഭർത്താക്കന്മാർ അവിശ്വസ്തമായ ജീവിത മുഖാന്തരം, അവിഹിതമായ ജീവിത മുഖാന്തരം അല്ലേരിയ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട. സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ? ഇപ്പം കേസാ, കോടതി, ഡിവോഴ്സ്, വിവാഹ മോചനം. അല്ലേരിയ സ്വസ്ഥതയുണ്ടോ? നീ രണ്ടാമതൊരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നാല് ആദ്യ ഭാര്യ നിലവിൽ നിൽക്കുമ്പോൾ രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് അതിന് വ്യഭിചാരമെന്നാ വേദപുസ്തകം പറയുന്നത്. ആദ്യ ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരം. ആര് ചെയ്താലും വ്യഭിചാരമാണ്. ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ചാലും ഭർത്താവ് മറ്റൊരു വിവാഹം വ്യഭിചാരം എന്നാ പറയുന്നത്. ഭാര്യയെ നമ്മൾ ഉപേക്ഷിക്കൽ പരസംഗം ചെയ്തു തെളിവും പരസംഗത്താൽ അല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്ന പ്രമാണം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയാൽ നമുക്ക് വേറെ കല്യാണം കഴിക്കാം. നമുക്ക് പിന്നെ സ്വസ്ഥത. ഒരു ഭാര്യ ജീവനോടെ ഇരിക്കും, മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വസ്ഥതയുണ്ടോ? അല്ലേലിയ. അതിനെക്കുറിച്ച് എങ്ങനെ ഭാര്യമാരുടെ പിന്നെ വീട്ടിൽ കലഹമായി. ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോൾ ഇന്ന് ഞാൻ സാധാരണ ഒരു നോർമൽ സ്റ്റൈലിൽ ഞങ്ങൾക്ക് പറയുന്നത് ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് സ്വസ്ഥത അവകാശം കിട്ടാതെ വന്ന് നിങ്ങൾ പഠിക്കുക. ഇസ്രായേലിന് സ്വസ്ഥത അവകാശം അതുവരെ എത്തിയിട്ടില്ലല്ലോ. അതുവരെ നിങ്ങൾ നിങ്ങൾ കനാനിൽ എത്തിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ കഴിയാത്തത്? അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം വാഗ്ദത്തം ചെയ്ത പാലിന്തേനും ഒഴുകുന്ന ദേശം, ആ പാലിന്തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇസ്രായേലിന് കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, നിനക്ക് ഒരുപാട് ഉയർച്ച തന്നിട്ടുണ്ട്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സ്വസ്ഥമായൊരു ജീവിതം, സ്വസ്ഥമായൊരു കുടുംബം, സ്വസ്ഥമായൊരു അനുഭവം, ജോലിയൊക്കെ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇതുവരെ അവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താണ്? നിന്നെ തന്നെ ഇത് ക്രമീകരിക്കാനുണ്ട്, നിന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കുവാനുണ്ട്, നിന്നെ തന്നെ ശുദ്ധീകരിക്കുവാനുണ്ട്. ഇന്ന് പകരം നീ ശുദ്ധീകരിക്കപ്പെട്ട് മടങ്ങി വന്ന് നിന്റെ പിറുപിറുപ്പ് മാറ്റിവെച്ചിട്ട്, നിന്റെ വൈരാഗ്യം, നിന്റെ ആ മനസ്സിനകത്തെ ക്രൂരത മാറ്റിവെച്ചിട്ട് മടങ്ങി വന്നാൽ ദൈവം നിനക്ക് സ്വസ്ഥതയെ അവകാശം തരും.
ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? നമ്മുടെ ജീവിതം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു? നമ്മുടെ തലമുറകൾ എന്തുകൊണ്ട് നമ്മളെ അനുസരിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല? മാതാപിതാക്കൾ മാതൃകയില്ലാത്ത ജീവിതം നയിച്ചാൽ മക്കൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കും. ഹല്ലേലൂയ. പണ്ടത്തെ പഴമക്കാർ ചൊല്ലു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, തള്ള തരികയാണെങ്കിൽ മക്കൾ ഇരച്ചു പിടിയുന്ന. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. മാതാപിതാക്കൾ കുടുംബത്തിനകത്ത് മാതൃകാ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിലെ മാതൃകപരമായ ഇടപെടലും ജീവിതവും അവരനുഭവിച്ച് സ്വസ്ഥതയും കണ്ടു വേണം മക്കൾ വളരുവാൻ. മക്കളെങ്കിൽ മാത്രമേ സ്വസ്ഥതയും വളരത്തുള്ളൂ, സ്വസ്ഥത കിട്ടത്തുള്ളൂ. ആമി മാതാപിതാക്കൾ തമ്മിൽ കലഹിച്ച് വടിയുണ്ടാക്കി ബഹളമുണ്ടാക്കി കുടുംബത്തെ പ്രശ്നം സൃഷ്ടിച്ചും മദ്യപിച്ച് വീട്ടിൽ ചാറ്റാടി ആടി നടന്നും മേശകൾ വന്ന് ഛർദ്ദിച്ച് വീട് മുഴുവൻ അശുദ്ധിയാക്കുന്ന അല്ലെങ്കിൽ സഹോദരന്മാരെ, നിന്റെ മക്കൾ വളർന്നു അവർക്ക് ഒരു സ്വസ്ഥതയില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭവനത്തിൽ നിന്റെ മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? നീ സ്വസ്ഥത കൊടുക്കാറുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് നീ സ്വസ്ഥത കൊടുക്കാം, സഹോദരിയുടെ ഭർത്താവിന് സ്വസ്ഥത കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് പിശാച് നിന്റെ ഹൃദയത്തെ വശീകരിച്ചിട്ട് നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം സൃഷ്ടിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ നിന്നെ പാപത്തിൽ വീഴ്ത്തിയിരിക്കുകയാണ്? അതുകൊണ്ട് ഇന്ന് പകൽ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ ദൈവം നിനക്ക് സ്വസ്ഥത തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകത്തിൽപ്പെട്ട ഒരു കഥ വായിച്ച് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഒരു നാട്ടിൽ ചുണ്ടലി ഉണ്ടായിരുന്നു. ഒരു ദിവസം ചുണ്ടലി ദുഷ്ടനായ പൂച്ചയെ അതിനെ കണ്ട് വിരട്ടിയപ്പോൾ ഒരു സാധാരണ സന്യാസിയുടെ കാൽക്കൽ ചെന്ന് വീണു. ആമി കിതച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സ്വസ്ഥതയില്ല, വിശ്രമമില്ല, ആശ്വാസമില്ല, പിന്നെയും അതിവേദന എന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞു. അതിനോട് ദയ തോന്നി ആ സന്യാസി ആ പൂച്ചയെ അതിനൊരു ഐഡിയ മാറ്റി ഒരു പൂച്ചയാക്കി മാറ്റി. അതിന് വലിയ സന്തോഷം തോന്നി. എങ്കിലും പാമ്പൻ പൂച്ച പുറത്തേക്ക് പോയപ്പോൾ ഭയങ്കരനായ വേട്ടനായ ഒരു വിരട്ടോ തുടങ്ങി. ആ വിരട്ട് കണ്ട് പൂച്ച എന്ത് ചെയ്തു? വീട്ടിൽ ആ സന്യാസി അടുക്കൽ ചെന്നപ്പോൾ ആ സന്യാസി അതിനെ ഒരു നായാക്കി മാറ്റി. നായ ചില ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് സന്യാസിലേക്ക് വന്നു. പിന്നെ നായ എന്ത് ചെയ്തു? സന്യാസി ഒരു പുരിയാക്കി മാറ്റി. എനിക്ക് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ചെന്ന് ആ പുരിയാക്കി ആ നായെ മാറ്റി. അല്ലേ? പുലി വളരെ സന്തോഷത്തോടെ കാട്ടിൽ കൂടി വേട്ടയാടി നടക്കുമ്പോൾ ഒരിക്കലും വേട്ടക്കാരൻ തൂക്കുമായിട്ട് തന്റെ പുറകെ വരിക. അപ്പൊ വേട്ടക്കാരൻ തൂക്കുമായിട്ട് പുറകെ വരുന്ന പുലി കണ്ടെങ്കിൽ പുലിക്ക് വീണ്ടും സ്വസ്ഥതയില്ല. ഉടനെ ഈ പുലി വീണ്ടും സന്യാസിയുടെ വീട്ടിലേക്ക് വന്നു. സന്യാസിയുടെ വീട്ടിലേക്ക് പുലി വരുന്ന കണ്ട് സന്യാസിക്ക് വീട്ടിയായി. പുലി വീണ്ടും തിരിച്ചു വരുന്നു. സന്യാസി വീട് പൊളിച്ചൊരു ഒറ്റ ഓട്ടമാണ്. പുലി പുറകെ ഓടുക. അപ്പൊ അങ്ങനെ പുലി പുറകെ ഓടുന്നു, സന്യാസി മുമ്പേ ഓടുന്നു. അപ്പൊ ഈ എലിയെ പോകുന്നത് പൂച്ചയാക്കി മാറ്റും, പൂച്ചയെ നായാക്കി മാറ്റും, നായെ പുലിയാക്കി മാറ്റിയ സന്യാസിയാ. ഒരു പുലിക്ക് സ്വസ്ഥതയില്ല, വേട്ടക്കാരനെ കണ്ട് പുലിക്ക് സ്വസ്ഥതയില്ല. വീട്ടിലേക്ക് കൂടി വന്ന പുലിയെ കണ്ടിട്ട് സന്യാസികളും കൂടി മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചു. പക്ഷെ ഈ പുലി എന്തിനാണ് ഈ സന്യാസികൾ പുറകെ ഓടിയത്? പുലി ഓടിയത് തനിക്ക് പഴയപോലെ എലിയായി മാറിയാൽ മതി എന്ന് പറയാനായിട്ടാ. സന്യാസി ഓർത്ത് ഞാൻ പുലിയാക്കി മാറ്റിയ ഈ എലി എന്നെ തിന്നാൻ വരും, എന്നെ കടിച്ചു കയറാൻ പോലും ഈ സന്യാസ ഓട്ടമാണ്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രശ്നക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ ഓരോ വിധത്തിലുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ ഓരോ വിധത്തിലുള്ള ശത്രുക്കൾ നിങ്ങൾക്കെതിരെ വരും. നിങ്ങൾക്കെതിരെ ഇതുപോലെ ശത്രുക്കൾ, ഈ എലിക്കുണ്ടായുള്ള ശത്രുക്കൾ പല വിധത്തിൽ നിങ്ങൾക്കും ഉണ്ടാകുന്ന ആ ശത്രുത തന്റെ നീ എന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യോബിന്റെ പുസ്തകമൊക്കെ വായിക്കും. കാരണം യോബിന്റെ പുസ്തകം അല്ലെങ്കിൽ 3-ാമത്തെ 26-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. യോബിന്റെ തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിന്റെ ജീവിതാവസ്ഥകൾ, കുടുംബജീവിതത്തിന്റെ അനുഭവം, തന്റെ ദമ്പതികളും മക്കളും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് വളരെ ഭാരത്തോട് കടന്നുപോയപ്പോൾ യോബ് പറയുകയാണ്, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിപ്പിച്ചതുമില്ല, പിന്നെയും അതിവേദന. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് ഇതുപോലെ അതിവേദനയോടല്ലേ നീ കടന്നു പോകുന്നത്? അതിദുഃഖത്തോടല്ലേ നീ കടന്നു പോകുന്നത്? ഇന്ന് പകൽ പരിശുദ്ധന്മാവിനോട് പറയുന്ന ദൂത്, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ആവശ്യമാണ്, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത ആവശ്യമാണ്. ഹല്ലേലൂയ. ജോലിയിലാവുന്ന നിനക്ക് സ്വസ്ഥതയൊക്കെ വരാം, കടക്കരി കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെടാം, കുടുംബ പ്രശ്നങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടാം, ഭാര്യ ഭർത്ത ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടാം, മക്കളെ കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെടാം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെടാം, ഭരണാധികാരികളിൽ സ്വസ്ഥത നഷ്ടപ്പെടാം, മത നേതാക്കന്മാരുടെ സ്വസ്ഥത നഷ്ടപ്പെടാം. ഇവിടെ കേരളത്തിൽ സ്വസ്ഥതയുണ്ടോ? ഭാരതത്തിൽ സ്വസ്ഥതയുണ്ടോ? ലോക രാജ്യങ്ങളിൽ സ്വസ്ഥതയുണ്ടോ? ആർക്കും സ്വസ്ഥതയില്ല. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതായതുകൊണ്ട് മനുഷ്യന് ഒരിടത്തും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മനുഷ്യന്റെ പേരുടെ വാക്തത്വങ്ങൾ അവന് പാലിക്കാനും കഴിയുന്നില്ല, നിവർത്തിക്കാനും കഴിയുന്നില്ല. ഇന്ന് പകരം നീ ദൈവത്തിലേക്ക് മടങ്ങും. നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് കൊടുക്കുന്ന, യേശുവിന് കൊടുക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥത വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേയും എന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളേക്ക് ഉപേക്ഷിച്ചിട്ട് നീ മടങ്ങി വന്ന് സ്വസ്ഥതയുള്ള ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനകളിൽ നിന്നൊരു സ്വസ്ഥത തരും.
തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, തരിപ്പണമായി കിടക്കുന്ന കുടുംബങ്ങൾ, തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ. പുറമേ വലിയ വാചാലതയോട്, പുറമേ വലിയ വാക്കുകൾ, പുറമേ സ്ഥാനത്ത് ഉടുത്തൊരി ഇറങ്ങി വരും, പുറമേ നല്ല മുൻപിനോട് ചിരിക്കും, ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അകത്ത് മുഴുവൻ വെടിവരുന്നാണ്. എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്, എത്രയോ കുടുംബങ്ങളാണ് ഓരോ ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആത്മഹത്യ വരുന്നത്? ഇന്നലെ ഇനി പറഞ്ഞില്ലേ, മാമി ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോഴേ നമ്മുടെ ജീവിതത്തിനെ ഒടുക്കിക്കളയുന്നത്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ സ്വസ്ഥതയെ ദൈവം നിനക്ക് മടക്കി തരാൻ ആഗ്രഹിക്കുക. നിനക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത കനാൻ കൊടുത്തതുപോലെ തന്നെ നിനക്ക് ദൈവം ഒരു സ്വർഗീയ അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തെ നിറച്ച് ഭൂമിയിൽ നിന്റെ കഷ്ടതയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിലെ സകലവും നീക്കിക്കളയണം. ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ അവർ സകല വിഗ്രഹാരാധനയെ മാറ്റിക്കളയണം. ഇന്ന് പകൽ നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കണോ? നിങ്ങളുടെ ജീവിതത്തിലെ ദൈവികതമല്ലാത്ത ധാർമ്മികമായ എല്ലാത്തിനെയും നിങ്ങൾ നീക്കിക്കളഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വന്ന യേശുവേ, അങ്ങനെ അനുഗ്രഹിക്കണമേ. യേശുവേ, എനിക്ക് സ്വസ്ഥത നൽകണമേ. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകണമേ. എനിക്ക് സ്വസ്ഥതയുടെ അനുഭവം നൽകണം. എൻ്റെ കുടുംബത്തിനകത്ത് അരാജകത്വം മാറി, അല്ലേ, എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷം തരണമെന്ന് ദൈവത്തിനെ ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ 118 സങ്കീർത്തനം 15 വാക്യം പറയുന്നത് പോലെ ഉല്ലാസത്തിന് ജയത്തിന്റെയും ഘോഷനീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അതേ ഉല്ലാസത്തിന് ജയത്തിന്റെയും ഘോഷനീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ദൈവത്തിന്റെ കുടുംബത്തെ സ്വസ്ഥത തരാൻ ഇതുപോലെ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മടങ്ങി വരാൻ തയ്യാറാണോ? നീ മടങ്ങി വന്ന ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നീ എത്ര വലിയ ഭക്തനായി ജീവിച്ചാലും, എത്ര വലിയ ഭക്തിയായി ജീവിച്ചാലും, നിന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥതയെ നിനക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ജീവിതമൊക്കെ വെറും വ്യർത്ഥമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപങ്ങളിൽ നമ്മൾ വീഴരുത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീഴരുത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് നിന്റെ ജീവിതത്തെ സ്വസ്ഥത കെട്ടിക്കളയരുത്. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത എന്ന് പറയുന്ന അനുഭവം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥത അനുഭവിക്കണം. ഞാൻ വളരെ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, കർത്താവേ, സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരുപാട് ശക്തികൾ എനിക്ക് ചുറ്റുമുണ്ട്. എൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. എൻ്റെ സ്വസ്ഥതയെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുണ്ട്, എന്നെ വിമർശിക്കുന്നവരുണ്ട്, എന്നെ പരിഹസിക്കുന്നവരുണ്ട്, എന്നെ നിന്ദിക്കുന്നവരുണ്ട്, എന്നെക്കുറിച്ച് കളമായി ഒരുപാട് അപവാദം പറയുന്നവരുണ്ട്. ഒരു സഹോദരി, 2 സഹോദരിമാർ എപ്പോഴും പറയും, പാസ്റ്റർ ഭയങ്കര കോടീശ്വരനാണ്. എനിക്കറിയത്തില്ല അവരെന്താ പറയുന്നത്. അങ്ങനെ അവർ ആരോട് ചോദിച്ചാലും പറയും. ആര് ചോദിച്ചു? ഈ 2 സഹോദരിമാർ പറയുന്നത് പാസ്റ്റർ ഭയങ്കര കോടീശ്വരനാണ്. എനിക്ക് ആ വാക്കിന്റെ അർത്ഥം പോലും അറിയത്തില്ല. ഞാൻ അന്നന്ന് ജീവിതം കഴിക്കുന്ന ആളാണ്, ജീവിതം കഴിക്കുന്നത്. എന്നിട്ട് ഇവര് പറയാ പാസ്റ്റർ ഭയങ്കര കോടീശ്വരൻ. കേൾക്കുന്നവരെല്ലാം വിശ്വസിച്ച് പാസ്റ്റർ ഭയങ്കര കോടീശ്വരൻ. ഇത് കേട്ടിട്ട് പലരും പറയാ പാസ്റ്റർ കോടീശ്വരനാണ്. ഇതുപോലെ മനുഷ്യ സ്വസ്ഥത കിടക്കുന്ന ഒരുപാട് പിശാചുക്കളുണ്ട് കേട്ടോ. ഞാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞ് അപവാദം പറഞ്ഞ് നിരത്തി എന്നെ കോടീശ്വരനാക്കുന്ന ദൈവമക്കളായിരിക്കുന്ന സാത്താനുള്ളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ ചെല്ലു വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നീ ആവശ്യമില്ല മറ്റൊരാളെ കുറിച്ച് അപവാദം പറയരുത്. ആവശ്യമില്ല ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞ് ഒരു മനുഷ്യ സ്വസ്ഥത നീ കെടുത്തി കളയരുത്. എന്നെ അങ്ങനെയൊക്കെ ചൊല്ലി പറയുന്നേ. ഇന്നാളൊരു സൗകര്യം പാസ്റ്റർ ഭയങ്കര കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മുമ്പിൽ ചെല്ലുന്നില്ല. എനിക്ക് ഉള്ളതുണ്ട്, റേഷൻ കടയിൽ അരി കിട്ടുമല്ലോ, വലിയ അത് മതി എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രൈസലോ ഹല്ലേലൂയ. വന്നിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ അപ്പോൾ അതൊക്കെ പറയാൻ നമ്മുടെ സ്വസ്ഥത കെടുത്താൻ വേണ്ടിയിട്ട് അനവധി ആളുകൾ വരും. അതൊന്നും കണ്ട് നീ കുരുകി പോകരുത്. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയിൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. എന്ന സംഗീതം 55:22 അടുത്ത ഭാഗം പറയുന്നത്, നീതിമാൻ കുരുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. അത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നീ ഒരു നീതിമാനാണെങ്കിൽ, നീ നീതിമാനായി ജീവിക്കുകയാണെങ്കിൽ നിന്റെ സ്വസ്ഥത കെടുത്തുവാൻ വരുന്ന ദുഷ്ട ജന്തുക്കളുടെ നിലവിൽ നിന്റെ സ്വസ്ഥത കെടുത്തിക്കളയാതെ നീ കുരുങ്ങിപ്പോകാൻ നിർത്തുവാൻ ശക്തനായ ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകളടച്ചാട്ട്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം എന്താണ്? ഇസ്രായേൽ മക്കളോട് മോശെ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ അല്ലല്ലോ എന്ന്. അതെ, ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് സ്വസ്ഥതയും ഒരു അവകാശം തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയാൽ, അതിനുവേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ച് കർത്താവിന് കൊടുത്താൽ, യേശുവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി നിനക്ക് സ്വസ്ഥത അവകാശം തരും. നിന്റെ തകർച്ചയെ മാറ്റി ദൈവം ഉയർത്തും. നിന്റെ കഷ്ടതയെ മാറ്റും, നിന്റെ സങ്കടം മാറ്റും, നിന്റെ കുടുംബത്തിലെ കണ്ണീര് മാറ്റും, നിന്റെ മനസ്സിനകത്ത് സ്വസ്ഥത ദൈവം തരും. ഹല്ലേലൂയ. എന്നോടങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്.
കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ കർത്താവേ, സ്വസ്ഥത ഒറ്റപ്പെട്ട സന്തോഷം നടത്തി ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അനുഭവ ജീവിതങ്ങൾ അവർക്ക് സമാധാന സന്തോഷ സ്വസ്ഥതയും കൊടുക്കണമേ. കേരളത്തിന് ഭാരലോക രാജ്യമുള്ള 100 കോടി ജനതലമുറ ഗണത്തിൽപ്പെടാത്തവർ, രാജ്യരാഷ്ട്ര തലമുറ മതനേർക്കന്മാർ, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സൈനിക സഞ്ചാരമാർ, ജയസൂര്യ ബാലികുമാരി യുവരത്തിൽ വാർത്തൻ വൃദ്ധാശ്രമ യാചകർ, ഓർഫനേജ് ഓട്ടം തലമുറയെ സകല ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിൽ ഈ നാട്ടിൽ ലോകത്തിൽ കർത്താവ് കുടുംബങ്ങളിൽ സകലർക്ക് സ്വസ്ഥത കൊടുക്കണമേ. മാതൃകാ നയിപ്പാൻ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.